സിദ്ധുവേട്ട, എൻ്റെ അടുത്ത് അഗ്നിയുടെ ഫോട്ടോ ഉണ്ട്, നോക്ക്. ഇതാണോ അഗ്നി? അതെന്താ സിദ്ധുവേട്ട അങ്ങനെ ചോദിച്ചേ? സിദ്ധുവേട്ടനെ അറിയോ അഗ്നിയെ? അറിയാന്ന് ചോദിച്ചാ അറിയാം. പിന്നെ നിനക്കറിയാലോ ചിത്തു, എന്റെ പപ്പയും മമ്മിയും ആക്സിഡന്റില് എന്നെ ഒറ്റയ്ക്കാക്കി അങ്ങ് പോയി. അതിനുശേഷം എനിക്ക് നാടെന്ന് പറഞ്ഞ ഇഷ്ടമല്ല. പിന്നെയും ഞാൻ നാട്ടിലേക്ക് വരുന്നത് നിന്നെയും ഒന്നെന്റെ സോൾമേറ്റ് ആയിട്ടുള്ള ദേവനെയും കാണാനാ. നീ എനിക്ക് എന്റെ കുഞ്ഞനിയനെ പോലെയാ. മറ്റു റിലേറ്റീവ്സ് ഒക്കെ സ്വത്തിന് വേണ്ടി പരക്കം പറയുമ്പോ നിന്റെ പപ്പയും മമ്മിയും മാത്രമേ എന്നെ ചേർത്ത് വിളിക്കാനുണ്ടായിട്ടുള്ളൂ. സ്വത്തിന് വേണ്ടി വിളിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴോ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. അപ്പോഴൊക്കെ എനിക്ക് സപ്പോർട്ടായി നിന്നത് നിന്റെ പപ്പയും മമ്മിയാണ്. അതുകൊണ്ട് തന്നെ അവരെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഞാൻ അവരെ എൻ്റെ പപ്പയും അമ്മേൻ്റെ സ്ഥാനത്ത് തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നീ എനിക്ക് എപ്പോഴും ഒരു കുഞ്ഞനിയൻ തന്നെയായിരിക്കും. നിനക്ക് ഓർമ്മയുണ്ട് ചിത്തു, ഞാൻ എൻ്റെ സോൾമേറ്റിനെ പറ്റി നിന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ നീ അത്? സിദ്ധുവേട്ട, എനിക്ക് ഓർമ്മയുണ്ട്. സിദ്ധുവേട്ടൻ പറഞ്ഞില്ലേ സിദ്ധുവേട്ടൻ്റെ കൂടെ കോളേജ് പഠിച്ച സിദ്ധുവേട്ടൻ്റെ സോൾമേറ്റിനെ പറ്റി? ലാസ്റ്റ് ഇയർ എങ്ങാണ്ടായപ്പം ഏട്ടൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ ചേട്ടൻ നാട്ടിലാണ് പിന്നെ നിന്നത്. പിന്നെ എക്സാം എഴുതാൻ മാത്രമാണ് കോളേജിലേക്ക് വന്നതെന്നും പിന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ കമ്പനി നടത്തിക്കൊണ്ട് പോവുകയാണെന്നൊക്കെ ഏട്ടൻ പറഞ്ഞില്ലായിരുന്നു? എനിക്ക് ഓർമ്മയുണ്ട്. എന്തായിരുന്നു ആ ഏട്ടൻ്റെ പേര്? ദേവ്. യെസ്, ദേവ്. ദേവേട്ടനെ ഞാൻ കാണണമെന്നൊക്കെ വിചാരിക്കുമ്പോഴും എന്തെങ്കിലും തടസ്സം കൊണ്ട് കാണാൻ പറ്റാറില്ല. പക്ഷെ സിദ്ധുവേട്ട, ഇപ്പം ഏട്ടൻ്റെ സോൾമേറ്റിനെ പറ്റി പറയേണ്ട കാര്യം എന്താ? ജിത്തു, നിന്റെ അഗ്നിയും എന്റെ ദേവും ഒരാളാണ്. സീരിയസ്ലി ആ ഫോട്ടോ കണ്ടപ്പോ ഞാൻ ഷോക്കായി പോയി. സത്യം പറഞ്ഞ ജിത്തു, നീ അഗ്നി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നീ എന്നോട് ഷെയർ ചെയ്തതാ. പക്ഷെ ഒരിക്കൽ പോലും അഗ്നിയുടെ ഫോട്ടോ നീ എനിക്ക് കാണിച്ചു തന്നിട്ടില്ല, നേരിട്ട് കാണിച്ചു തന്നിട്ടുമില്ല. സർപ്രൈസ് ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാന്ന് പറഞ്ഞ് അതങ്ങ് നീണ്ടുപോയി. അതുകൊണ്ട് ഇവനായിരിക്കും ഞാൻ വിചാരിച്ചതുമില്ല. പിന്നെ അതേപോലെ ദേവാണെങ്കിൽ അവൻ ഇങ്ങനെ ഒരു റിലേഷന്റെ കാര്യമേ എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാം ഷെയർ ചെയ്യും, ഇത് മാത്രം അവൻ പറഞ്ഞിട്ടില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ അവൻ കുറച്ച് കൊഞ്ചും കുഴഞ്ഞൊക്കെ ഒരാളോട് ഫോണിൽ സംസാരിക്കുന്ന കേട്ടായിരുന്നു. അപ്പോ ഞാനോർത്ത് എന്താണെങ്കിലും അങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ എന്തായാലും റിലേഷൻഷിപ്പ് ആയിരിക്കും എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ കുത്തി ചോദിച്ചപ്പോൾ ഒരു റിലേഷൻ ഉണ്ടെന്ന് മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ. ആരാ എന്താന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവൻ പറഞ്ഞു ലാസ്റ്റ്, എല്ലാം അറിയുമ്പോൾ നീ ഒരിക്കലും എന്നെ വെറുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങളുടെ റിലേഷനെ പറ്റി തന്നെ ആയിരിക്കും അവൻ ഉദ്ദേശിച്ചത്. എല്ലാരെ പോലെ ഞാനും നിങ്ങളെ മാറ്റി നിർത്തുന്നോ അല്ലെങ്കിൽ വെറുക്കുന്നോ അങ്ങനെ എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൻ അത് മാത്രം എന്നോട് മറച്ചു വെച്ച്. ശരിക്കും നീ അഗ്നിയുടെ നമ്പർ എനിക്ക് തന്നപ്പോൾ എനിക്കത് മനസ്സിലായില്ല, അത് എൻ്റെ ദേവിയുടെ നമ്പർ തന്നെയാണല്ലോ എന്ന്. പക്ഷേ പോരാത്തിന് എൻ്റെ ഫോണാണ് ഈ കോളേജിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി. അത് നന്നാക്കി എടുത്തപ്പോൾ അതിൻ്റെ അകത്തുള്ള നമ്പർ കംപ്ലീറ്റ് പോയി. അതുകൊണ്ട് ആരുടെ നമ്പർ ഇപ്പോൾ സേവ്ഡ് അല്ല. ആകെ എനിക്ക് അറിയാവുന്ന കുറച്ച് നമ്പർ മാത്രം സേവ് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ നമ്പർ അതിൽ കാണിക്കാതിരുന്നത്. ശരിക്കും അവൻ്റെ പേര് അഗ്നിദേവ് എന്നാണല്ലോ. പക്ഷെ ഞങ്ങൾ കോളേജിൽ എല്ലാവരും അവനെ ദേവ് എന്നാണ് വിളിക്കാറ്. നീ അവനെ അഗ്നിന്ന് വിളിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ പേര് തന്നെ ഞങ്ങൾ മറന്നുപോയി. ദേവ് എന്ന് വിളിച്ചതുകൊണ്ട് അഗ്നിദേവ് ആണെന്നുള്ളത് അങ്ങ് മറന്നേ പോയി. എന്തായാലും എനിക്ക് സന്തോഷമായി. എൻ്റെ അനിയനും ഒന്നും എൻ്റെ സോൾമേറ്റും, നിങ്ങൾ രണ്ടാളും നല്ല ജോഡി. താങ്ക് ഗോഡ്. അപ്പോൾ ഞാൻ കറക്റ്റായ ആളെ എടുത്തു തന്നെ എത്തിയത്. സിദ്ധേട്ടനറിയോ, ഇത്രയും ദിവസം അമ്മയാണെങ്കിൽ എന്നെ എങ്ങോട്ടും വിടൂല, മുറിയുടെ പുറത്തിറങ്ങാൻ സമ്മതിക്കൂല. ഒരു പ്രാവശ്യം എന്ത് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ അമ്മ വിഷം എടുത്ത് കുടിച്ചു. ഭാഗ്യത്തിന് അപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം എനിക്ക് പേടിയാണ് വീടിൻ്റെ പുറത്തിറങ്ങാൻ. അതുകൊണ്ട് ഞാൻ പുറത്തേ ഇറങ്ങാറില്ല. പക്ഷേ അഗ്നി, അവനെന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവാത്തേ. കാരണം അവന് ഞാനില്ലാതെ പറ്റില്ല, അവനെന്നെ കാണാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് ആ സംഭവത്തിന് ശേഷം അഗ്നി എന്നെ കാണാനേ വന്നിട്ടില്ല.
അന്ന് ഇറങ്ങിപ്പോയത് അവൻ. പിന്നീട് അവനെ ഞാൻ കണ്ടിട്ടേ ഇല്ല സിദ്ധേട്ട. അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാത്തതാണ്. എങ്ങനെയെങ്കിലും എന്നെ കാണാൻ ശ്രമിക്കേണ്ടതാണ്. പക്ഷേ അവൻ അതൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ അഗ്നിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ അവൻ ആരും അറിയാതെങ്കിലും എന്നെ കാണാൻ വരുമായിരുന്നു. അല്ലെങ്കിൽ അമ്മയോട് തർക്കിച്ചിട്ടാണെങ്കിലും എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുമായിരുന്നു. പക്ഷേ അവൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ കോണ്ടാക്ട് ചെയ്യാനേ അവൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ ഫോണാണെങ്കിൽ അന്ന് എന്നെ അമ്മ തല്ലി പൊട്ടിച്ച് കളഞ്ഞതാ. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അതൊന്നും അവൻ ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ എന്നും വിൻഡോയിലൂടെ നോക്കും എൻ്റെ അഗ്നി വരുമോന്ന്. പക്ഷെ അവൻ അതൊന്നും ചെയ്തിട്ടില്ല. അതിനർത്ഥം ഇതിൻ്റെ ഇടയിൽ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ എൻ്റെ അഗ്നിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. സിദ്ധേട്ടനെ അറിയോ, അന്ന് ഞാൻ സ്വപ്നം കണ്ടതാ എൻ്റെ അഗ്നിക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നേ. എനിക്ക് ആകെ എല്ലാം കൂടി ആലോചിച്ചിട്ട് പേടിയാവും സിദ്ധേട്ട. ഇനി അതുപോലെ എൻ്റെ അഗ്നിക്ക് എന്തെങ്കിലും പറ്റിയതാണോ, അതോ ഇനി ആരെങ്കിലും വെച്ചാ എനിക്ക് എന്നെ അറിയാവുന്നത് ഇപ്പം എൻ്റെ അമ്മയ്ക്ക് മാത്രമാണ്. ഇനി അമ്മ എന്തെങ്കിലും പണി ഒപ്പിച്ചോന്നോ അറിയില്ല. എനിക്കെന്തോ പേടിയാവുന്ന സിദ്ധേട്ട. ഇപ്പം എനിക്ക് ഇതൊക്കെ പറയാൻ സിദ്ധേട്ട മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എന്നൊന്ന് രക്ഷിക്ക്. എനിക്ക് അറിയണം എൻ്റെ അഗ്നിക്ക് എന്താ പറ്റിയെന്ന്. ചിത്തു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ദേവിന് അവനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നേ ഇനി ചിലപ്പോ നിന്റെ അമ്മ എന്തെങ്കിലും ഇതിന്റെ ഇടയിൽ കളിച്ചിട്ടുണ്ടാവോ? ഇനി നിന്നെ പേടിപ്പിച്ച പോലെ ആന്റി ദേവിന്റെ വീട്ടിൽ ചെന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അവനും എന്തായാലും ടെൻഷൻ അടിക്കുമല്ലോ. അപ്പോ ഇനി അതുകൊണ്ടൊക്കെ ആയിരിക്കോ? ഇനി എന്തായാലും പരസ്പരം നമ്മൾ അതും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വാ, നമുക്ക് എന്തായാലും എൻ്റെ ഫ്ലാറ്റിലോട്ട് പോവാം. ഞാൻ എന്തായാലും നാളെ കോളേജിൽ പോയിട്ട് 2 ദിവസത്തെ ലീവ് എടുക്കാം. എന്നിട്ട് ഞാൻ നാട്ടിൽ പോയി എല്ലാം ഒന്ന് അന്വേഷിച്ചു വരാം. നീ അതുവരെ എൻ്റെ ഫ്ലാറ്റിൽ നിന്നോ. നീ ഇവിടെ ഒറ്റയ്ക്കാവുമെന്ന് വിചാരിച്ച് എന്തായാലും ടെൻഷനൊന്നും അടിക്കണ്ട. എനിക്കറിയാം നിനക്ക് ഇവിടുത്തെ ഭാഷയൊന്നും പരിചയമില്ലാത്തതുകൊണ്ടും സ്ഥലം അറിയാത്തതുകൊണ്ടും ഒരു ടെൻഷൻ ഉണ്ടാവുന്നു. എനിക്കിവിടെ ഒരു സെർവൻ്റ് ഉണ്ട്. ഞാൻ അയാളോട് പറയാം ഡെയിലി നിന്നെ കോളേജിൽ കൊണ്ടാക്കാനും തിരിച്ചു കൊണ്ടുവരാനും. ആൾക്ക് കുറച്ചൊക്കെ മലയാളമൊക്കെ അറിയാം. അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കണ്ട. സിദ്ധേട്ടൻ പോവാണെങ്കിൽ ഞാനും കൂടെ വരാം. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയായിട്ടൊന്നല്ല. എനിക്ക് എൻ്റെ അഗ്നിയെ ഒന്ന് കാണണം. അതുകൊണ്ട് പ്ലീസ്. ജിത്തു, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നീ എൻ്റെ കൂടെ വരണ്ട. അതാ നല്ലത്. ഇനി നീ എങ്ങാനും എൻ്റെ കൂടെ വന്നിട്ട് അവിടുന്ന് നിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തെത്തത്. നിന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഇവിടെ നിന്നല്ല എവിടെയും വിടൂല. പിന്നെ അഗ്നിയെ കാണുന്ന കാര്യം നീ ആലോചിക്കുകയേ വേണ്ട. നീ ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അഗ്നിയും കൊണ്ട് ഇങ്ങോട്ട് വരാലോ. ഇവിടെ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. അതല്ലേ നല്ലത്. സിദ്ധേട്ട പ്ലീസ്, എന്നെയും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോവോ? എനിക്കാണെങ്കിൽ ഇനിയും വയ്യ സിദ്ധേട്ട. എനിക്ക് ഭ്രാന്ത് പിടിക്കുകയെല്ലാം കൂടെ. പ്ലീസ്, എനിക്ക് അവനൊന്ന് കണ്ടാൽ മതി. അവൻ ഓക്കെ ആണെന്ന് അറിഞ്ഞാൽ മതി. വേറെ ഒന്നും വേണ്ട സിദ്ധേട്ട. പ്ലീസ്, എന്നെ കൂടി കൊണ്ടുപോ. ഞാൻ ദൂരെ നിന്നിട്ടാണെങ്കിലും ഒന്ന് കണ്ടോട്ടെ പ്ലീസ്. നമുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ പിന്നെ സംസാരിക്കാം ചിത്തു. ആദ്യം നമുക്ക് എൻ്റെ ഫ്ലാറ്റിലേക്ക് പോവാം. എന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നീ നല്ല ഫുഡൊക്കെ ഒന്ന് കഴിക്കുക. നിന്റെ ഈ കോലം കണ്ടാൽ അറിയാം മാസങ്ങളായിട്ട് മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന്. എന്തായാലും ഇനി അതൊന്നും പറ്റില്ല. മര്യാദയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. നോക്ക് ചിത്തു, നിന്റെ കരച്ചിലും വീഴ്ചയും സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂടെ കൂട്ടിയത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. ഇനി ഈ വീടിന്റെ പുറത്ത് നീ ഇറങ്ങരുത്. ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അറിയാലോ, ഇവിടെ നിന്നറിയാവുന്നവര് ഒരുപാടുണ്ട്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതും മതി. അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ ഇപ്പൊ അഗ്നിയെ പോയി കണ്ട് എന്താ സംഭവം എന്നൊക്കെ അറിയട്ടെ. എന്നിട്ട് അഗ്നിയും കൊണ്ട് ഇങ്ങോട്ട് വരാം. എന്താ അതുപോലെ? അതുവരെ പൊന്നുമോൻ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇനി എന്നെ ഫോളോ ചെയ്ത് ഞാൻ അറിയാതെ എങ്ങാനും വന്നാലാ പിന്നെ ഞാൻ സപ്പോർട്ടൊന്നും ചെയ്യില്ലേ. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇല്ല സിദ്ധേട്ട, ട്രസ്റ്റ് മീ. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല.
പക്ഷേ സിദ്ധേട്ടൻ അവനോട് പറയണം, ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, എന്നെ വന്ന് കാണാൻ പറയണം. ഒരു നോക്കെങ്കിലും എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി. ശരി, ഞാൻ അവനോട് പറഞ്ഞോളാം. പിന്നെ നീ വാതിലൊക്കെ അടച്ച് അകത്ത് തന്നെ ഇരുന്നാ മതി. ഇനി ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കാൻ നിൽക്കണ്ട, ഞാൻ ഒഴികെ. ഓക്കെ? ഹായ് ദേവികേന്റി. ദേവെവിടെ? അല്ല, ഇതാര്? സിദ്ധുമോനോ? മോനെന്താ ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ വന്നേ? അല്ല ആന്റി, അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. മോനെ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. പിന്നെ ദേവുട്ടനൊന്നും പറഞ്ഞതുമില്ല. അല്ല, സാധാരണ മോൻ വരുമ്പം ദേവുട്ടൻ ഇവിടെ കിടന്ന് ഓടി കളിക്കേണ്ടതാ. സിദ്ധുവിന് അത് വെക്കണം, ഇത് വെക്കണം, അങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതവൻ ഒന്നും പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അത് പിന്നെ ആന്റി, ദേവിനെ അറിയില്ല ഞാൻ വരുന്നത്. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും വിചാരിക്കും ഇങ്ങോട്ടൊക്കെ വരണമെന്ന്. പിന്നെ വർക്കിന്റെ കാര്യത്തിൽ ബിസി ആവും. അങ്ങനെ ഓരോ തിരക്കാണ്. ഈ കോളേജ് സ്റ്റുഡൻസ് തല തിന്നല്ലേ. പിന്നെ എങ്ങനെയാ ആന്റി ഒന്ന് പുറത്തിറങ്ങുക? അതുകൊണ്ടാ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസത്തെ ലീവിന് ഇങ്ങോട്ട് വന്നതാ. അപ്പൊ വിചാരിച്ചു ദേവിനെയും ആന്റീനെ ഒക്കെ കണ്ടിട്ട് പോവാന്ന്. എന്നിട്ട് അവനെവിടെ? ഇവിടെ ഇല്ലേ? ഓ, ഇവിടെ ഉണ്ട്. അവൻ റൂമില് റെഡി ആയിക്കൊണ്ടിരിക്കുക ഓഫീസിലേക്ക് പോവാൻ വേണ്ടിട്ട്. മോനൊരു കാര്യം ചെയ്യ, അവന്റെ റൂമിലേക്ക് ചെല്ല്. അപ്പോഴേക്കും ആന്റി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഓക്കെ ആന്റി, എന്നാ പിന്നെ ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ മിസ്റ്റർ അഗ്നിദേവ്, നമ്മുടെയൊക്കെ ഓർമ്മയുണ്ടാവോ? സിദ്ധു, നീ എപ്പോഴാ വന്നേ? ഞാനിതാ ഇപ്പൊ വന്ന് കേറിയിട്ടേ ഉള്ളൂ. ആന്റിനോട് കുറച്ചു നേരം ഒന്ന് സംസാരിച്ച് നേരെ നിന്റെ റൂമിലേക്ക് വന്നു. പിന്നെ ദേവ്, എനിക്ക് സീരിയസ് ആയിട്ട് നിന്നോട് കുറച്ച് സംസാരിക്കണം. ഞാൻ അതിനാ കാര്യമായിട്ട് വന്നേ. എന്താണ് സിദ്ധു കാര്യം? നമുക്കിടയിൽ എന്തിനാ ഇത്തരം ഫോർമാലിറ്റീസ് ഒക്കെ? നീ കാര്യം പറ. അത് ദേവ്, എനിക്ക് എൻ്റെ കാര്യമല്ല പറയാനുള്ളത്. മറ്റൊരാളെ പറ്റിയിട്ടാ. നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ പറ്റിയിട്ട്. ഞാൻ പറഞ്ഞു എന്നാ നിനക്ക് മനസ്സിലായോ? സിദ്ധു, എനിക്ക് മനസ്സിലായി. നീ ഇന്ദുവിന്റെ കാര്യമല്ലേ പറയാൻ വന്നേ? എനിക്കറിയാം. വാട്ട്? ഇന്ദു? ഇനി അതാരാണ്? ഞാൻ ഇന്ദ്രന്റെ കാര്യം പറയാൻ വന്നതാ. പക്ഷെ അപ്പോഴേക്ക് അവൻ വാക്ക് മാറ്റണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. ഇപ്പൊ അതേ കണ്ടില്ലേ, അവൻ മിണ്ടാതിരിക്കാനുള്ള സിമ്പലാണ് ആ കാണിക്കുന്നത്. അതിനർത്ഥം ഞാനിപ്പം ഒന്നും ചോദിക്കരുതെന്ന്. പക്ഷേ എനിക്ക് ചോദിച്ചല്ലേ പറ്റൂ. എന്താ ചെയ്യാ? സിദ്ധു, ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലിപ്പോ. എനിക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ള വാച്ച് കണ്ടോ? ആ വാച്ചിൽ ഒരു മൈക്രോഫോൺ അമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ശ്വാസം എടുത്താൽ പോലും അത് അമ്മയ്ക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞത്. എന്തോ എനിക്ക് തോന്നി നീ ഇന്ദ്രനെ പറ്റി പറയാൻ വന്നതാന്ന്. എൻ്റെ ലൈഫിൽ നടന്ന ഓരോ കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറയാത്തതായിട്ടൊന്നുണ്ട്. ഇന്ദ്രജിത്ത്, മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലവ്. അവനെ പറ്റി എല്ലാം ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ മറ്റുള്ളവരെ പോലെ നീ എങ്ങനെ എടുക്കും എന്നൊരു പേടിയുള്ളത് കൊണ്ടാ ഇതുവരെയായിട്ടും നിന്നോടൊന്നും ഞാൻ പറയാത്തത്. ഞാനും ഇന്ദ്രനും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങളുടെ പാരൻസിന് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. എന്തെങ്കിലും ഒരിക്കൽ എല്ലാവരും എല്ലാം അറിയുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷേ ഞങ്ങൾ തന്നെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്ദ്രൻ്റെ അമ്മ ഒരു ദിവസം ഞങ്ങളെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെച്ച് കണ്ടത്. അതിനുശേഷം എനിക്ക് ഇന്ദ്രനെ കാണാൻ കൂടി പറ്റിയിട്ടില്ല. എന്തു വന്നാലും പരസ്പരം പിരിയില്ലെന്ന് വാക്ക് കൊടുത്തതാ ഞങ്ങൾ രണ്ടുപേരും. ഇന്ദ്രനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷേ അപ്പോഴേക്കും എൻ്റെ അമ്മ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ച പോലെ അല്ല അമ്മ റിയാക്ട് ചെയ്തത്. ഞാൻ വിചാരിച്ചത് 2-3 ചീത്ത പറയും, ലാസ്റ്റ് എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചതാ. പക്ഷേ ഞാനും ഇന്ദ്രനും ഒരുമിച്ച പിന്നെ ഇന്ദ്രന്റെ ശവം ഞാൻ കാണേണ്ടി വരുന്ന അമ്മ പറഞ്ഞേ.
എങ്ങാനും ഇന്ദ്രനെ ഞാൻ കോണ്ടാക്ട് ചെയ്താൽ ഇന്ദ്രനെ അമ്മ കൊന്നു കളയുന്നു പറഞ്ഞു. പിന്നെ പിന്നെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നിമിഷം വരെ ഇന്ദ്രനെ ഞാൻ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരും അറിയാതെ പോലൊന്ന് കാണാൻ കൂടി ശ്രമിച്ചിട്ടില്ല. എൻ്റെ ചുറ്റും ഞാൻ അറിയാതെ എന്നെ നിരീക്ഷിക്കുന്ന അമ്മയുടെ ആൾക്കാരുണ്ട്. പോരാത്തിന് കയ്യിലെ വാച്ചിൽ മൈക്രോഫോൺ സെറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ എന്ത് സംസാരിച്ചാലും എന്തു പറഞ്ഞാലും അല്ലെങ്കിൽ എൻ്റെ ശ്വാസം പോലും അമ്മയ്ക്ക് അറിയാൻ പറ്റും. പിന്നെ എൻ്റെ ഫോണാണെങ്കിൽ ആ ഫോണിലേക്ക് ഏത് കോൾ വന്നാലും അത് അമ്മയുടെ ഫോണായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് ചെറിയ ഡൗട്ടെങ്കിലും ഉണ്ടായാൽ പിന്നെ എൻ്റെ ഇന്ദ്രൻ്റെ ജീവൻ അതമ്മ പറഞ്ഞതുപോലെ ചെയ്യും. അത് പേടിച്ചിട്ടാ ഞാൻ പിന്നെ സിദ്ധു, ഇപ്പം എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എനിക്കറിയാം നീ ഇന്ദ്രനെ കണ്ടിട്ടൊന്നുമില്ലാന്ന്. ഇന്ദ്രൻ്റെ ഫോട്ടോയും അഡ്രസ്സും എല്ലാം ഞാൻ തരാം. നീ ഒന്ന് പോയി നോക്കൂ എൻ്റെ ഇന്ദ്രൻ അവൻ ഓക്കെ ആണോ എന്ന് പ്ലീസ്. ദേവ്, നിനക്കറിയോ നീ പറയുന്ന ഈ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കസിനാ, എൻ്റെ കുഞ്ഞനിയൻ. പലപ്പോഴും ഞാൻ നിന്നോട് ഒരു ജിത്തുവിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? ജിത്തു, ഇന്ദ്രജിത്ത്, നിന്റെ ഇന്ദ്രൻ അവനാണത്. ശരിക്കും പറഞ്ഞ ജിത്തു പറഞ്ഞിട്ടാ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. അവന്റെ അവസ്ഥയും വളരെ ക്രൂവലാ. അവന്റെ അമ്മയാണെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതോടുകൂടി അവന് പേടിയായി. അതുകൊണ്ടാ പിന്നെ നിന്നെ കാണാനോ ഒന്നിനോ അവൻ വരാത്തത്. അവനെ ആണെങ്കിൽ അമ്മ വീട്ടിൽ നിന്ന് പുറത്തിറക്കത്തില്ല. വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ആ പാവം. പിന്നെ നീയും അവനും തീരെ കാണണ്ടെന്ന് വെച്ചിട്ട് ആയിരിക്കും എൻ്റെ അടുത്തേക്ക് ബാംഗ്ലൂരിലേക്ക് അവനെ പഠിക്കാൻ അയച്ചത്. അവൻ വന്നിട്ട് 2 ദിവസമേ ആവുന്നുള്ളൂ. അപ്പോഴാണ് അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞു പാവം. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പിന്നെ നിന്റെ നമ്പർ വന്നിരുന്നു അവൻ ഒന്ന് വിളിച്ചു നോക്കാൻ വേണ്ടി. അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോണ് പോലും ഇല്ല. ഞാൻ എന്നിട്ട് വിളിച്ചു നോക്കി, പക്ഷേ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് നിന്റെ നമ്പർ മിസ്സായതാണ്. എൻ്റെ ഫോണാണെങ്കിൽ ഡിസ്പ്ലേ പോയതുകൊണ്ട് പുതിയ ഫോൺ എടുത്തപ്പം അതിനകത്ത് നമ്പറെല്ലാം പോയി. പിന്നെ അവൻ നിന്റെ ഫോട്ടോ കാണിച്ചു തന്നു. ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ശരിക്കും നീയാന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായത്. പിന്നെ എങ്ങനെയെങ്കിലും നിന്നെ കണ്ടൊന്ന് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ഇന്ദ്രനാണെങ്കിൽ അവൻ എൻ്റെ കൂടെ ഉണ്ട്. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ജിത്തുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്. അതെന്തുകൊണ്ടും ഇപ്പം നന്നായി. ഇനിയിപ്പം എന്താ ചെയ്യുക? അവനാണെങ്കിൽ നിന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുക. ദൂരെ നിന്നെങ്കിലും ഒരു നോക്ക് കാണണമെന്ന് അവൻ പറയുന്നത്. നീ തന്നെ എൻ്റെ ഒരു വഴി പറ. എന്താണെങ്കിലും നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും. സിദ്ധു മുറിയിലേക്ക് പോയിട്ട് കുറെ നേരമായല്ലോ. രണ്ടിന്റെയും ഒച്ച അനക്കൊന്നും കേൾക്കുന്നില്ല. ഇനി രണ്ടും കൂടി എനിക്കിട്ട് എന്തെങ്കിലും പാര വെക്കുകയാണോ? ഒന്ന് പോയി നോക്കാം എന്തായാലും. അയ്യോ അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും സംശയം തോന്നിയിട്ടാണോ ഡോറിൻ്റെ പുറത്ത് നിൽക്കുന്നത്? ഇത്രയും നേരം ഞങ്ങളൊന്നും മിണ്ടാത്ത എന്തുകൊണ്ടാന്ന് ആലോചിച്ചിട്ടായിരിക്കും. അമ്മയ്ക്ക് സംശയം കൊടുത്തുകൂടാ. എന്തെങ്കിലും ചെയ്യണം. എന്താ ചെയ്യാം? എൻ്റെ പൊന്നു സിദ്ധു, നീ ഈ മൗനവ്രതത്തിനാണ് ഇങ്ങോട്ട് വന്നത്? കുറെ നേരമായി മിണ്ടാതെ നിൽക്കുന്നു. നിനക്ക് എന്തു വേണമെങ്കിലും എന്നോട് സംസാരിക്കാം. പക്ഷേ ഇന്ദുവിൻ്റെ കാര്യം മാത്രം വേണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത സബ്ജക്റ്റാ. അതുകൊണ്ട് നീ വേറെ എന്തെങ്കിലും പറ. ഏത് ഇന്ദു? ഓ അയ്യോ, ആൻറ്റിയല്ല അവിടെ നിൽക്കുന്നത്. വെറുതെ അല്ല ഇവനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്തെങ്കിലും പറയണല്ലോ. എന്താ പറയാ? ഓ എന്തിനാവട്ടെ, എന്തേലും മറുപടി പറഞ്ഞല്ലേ പറ്റുള്ളൂ. ദേവ്, ഇന്ദുവിൻ്റെ കാര്യമില്ലാതെ ഞാൻ പിന്നെ നിന്നോട് വേറെ എന്ത് കാര്യം പറയാനാ? നീ എന്തിനാ എത്ര ദേഷ്യം കാണിക്കുന്നേ? ഒന്നില്ലെങ്കിലും അവിടെ പാവല്ലേ. സ്റ്റോപ്പ് ഇറ്റ്. ഇനിക്കാര്യം പറഞ്ഞ് നീ എൻ്റെ മുന്നിൽ വന്നു പോകരുത്. ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാനേ താല്പര്യമില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഓക്കെ? എന്താ ഇത്? വന്ന് മാനേഴ്സ് ഒക്കെ മറന്നുപോയോ? വീട്ടിൽ വന്ന ഗസ്റ്റിനോട് ഇങ്ങനെയാണോ സംസാരിക്കുക? സിദ്ധു മോനെ, അവൻ പറഞ്ഞൊന്നും കാര്യമില്ല. പിന്നെ മോനെ, ഈ ഇന്ദു എന്ന് പറഞ്ഞ ആരാ?
അത് പിന്നെ ആൻറ്റി, ഈ ഇന്ദു ഇന്ദു എന്ന് പറഞ്ഞാലേ അത് അത് പിന്നെ ആൻറ്റി. ഓഹോ, പെട്ട് ഇനിയിപ്പോൾ എന്താ പറയുക? അവൻ്റെ നിപ്പ് കണ്ടറിയാം. അവൻ നിക്കി അമ്മയ്ക്ക് ഡൗട്ട് ഉണ്ടാക്കിക്കും. അതിനു മുന്നേ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനിപ്പം എന്താ പറഞ്ഞ? ഓഹോ, വെറുതെയെങ്കിലും കുറച്ച് ചൂടായി നോക്കാം. അങ്ങനെയെങ്കിലും സബ്ജക്റ്റ് മാറുകയാണെങ്കിൽ മാറട്ടെ. അമ്മയ്ക്ക് എന്താണ് ഈ ഹിന്ദു ആരായാലും അമ്മയ്ക്ക് എന്താ? അതൊന്നും അമ്മനെ ബാധിക്കുന്ന വിഷയമല്ല. അമ്മൻ്റെ പാടുനോക്കി പോയേ. എന്നെ ബാധിക്കുന്ന കാര്യമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആദ്യം ഈ ഹിന്ദു ആരാന്ന് പറ, അത് കഴിഞ്ഞിട്ടുള്ളു ബാക്കി എന്ത്. നിങ്ങളായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാനായിട്ട് അങ്ങ് കണ്ടുപിടിച്ചോളാം. എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. ഓ, ഇനി അതിന്റെ പേര് പറഞ്ഞ അമ്മ സേടി പണിക്കൊന്നും ഇറങ്ങണ്ട. ഞാൻ പറയാ ഇന്ദു ആരാന്ന്. ഈ ഇന്ദു എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന സിദ്ധുവിന്റെ അനിയത്തിയാ. ഓ, സിദ്ധുവിന്റെ അനിയത്തിയായിരുന്നോ? എന്നാ പിന്നെ അതൊന്ന് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു. ഇതിനെത്ര അധികം ചൂടാവേണ്ട ആവശ്യം? പിന്നെ അതല്ല, നീയും ആ കുട്ടിയായിട്ട് എന്താ പ്രശ്നം? ആ കുട്ടിയുടെ പേര് പറയുമ്പോഴേ നീ കിടന്ന് തിളക്കിയാണല്ലോ. തെണ്ടി, എനിക്ക് ഇല്ലാത്ത അനിയത്തിനൊക്കെ ഉണ്ടാക്കി തന്നുകള്. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുക എന്തോ. എന്തായാലും സോൾമേറ്റിനും എൻ്റെ അനിയനെ പോലെ കാണുന്നതിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് സഹിക്കുക. ഇനി ബാക്കി കഥ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്യാം. ഇതിലെൻ്റെ കോൺട്രിബ്യൂഷൻ ഇത്തിരിയും വേണ്ട. അതെന്താ അറിയാം ആൻറ്റി, എൻ്റെ അനിയത്തിക്ക് പണ്ട് മുതലേ ഇവനെ ഇഷ്ടമായിരുന്നു. അവളിവൻ്റെ പുറകെ നടക്കും. പക്ഷെ ഇവനാണെങ്കിൽ അവളെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ അവക്കാണെങ്കിൽ ഇവനോട് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം. അതാണെങ്കിൽ ഈ പൊട്ടിന് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ പേരിലുള്ള ഒരു ചെറിയ പ്രശ്നം, അല്ലാതെ വേറൊന്നുമില്ല. ഇത് തന്നെ പറ്റിയ അവസരം. ദൈവം എൻ്റെ കൂടെ ഈ തേടിയ വെള്ളി കാലിൽ ചുറ്റാന്ന് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. അതുപോലെ തന്നെ ആ ജിത്തുവിനെ എങ്ങനെ ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് ഇറക്കി കളയുമെന്ന് വിചാരിച്ച് നിൽക്കിയിരുന്നു. എന്തായാലും ഇനി ഈ പെൺകുട്ടി വിചാരിച്ചാൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ നടന്നാലോ. എന്തായാലും ആ കുട്ടിയെ ഇങ്ങോട്ട് വരുത്തിക്കണം. എന്നിട്ട് ആ കുട്ടിയും ദേവട്ടനായിട്ടുള്ള കല്യാണം നടത്തണം. ഒരു പെൺകുട്ടി എൻ്റെ ദേവട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ ചിത്തുവിന് സ്ഥാനം ഉണ്ടാവില്ല. സിദ്ധു, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. നാളെ ആ കുട്ടീനെ നീ ഇങ്ങോട്ട് കൊണ്ടുവരണം. വേറെ ഒന്നും എനിക്ക് കേൾക്കണ്ട. കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കണം. അയ്യോ അമ്മേ, വേണ്ട. എനിക്ക് ആ പെണ്ണിനെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അതെ ആൻറ്റി, ദൈവന് ഇഷ്ടമല്ലാതെ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാ? അതുകൊണ്ട് അത് വേണ്ട. ഞാൻ പിന്നൊരിക്കലും എപ്പോഴെങ്കിലും ആൻറ്റീനെ കാണിക്കാൻ വേണ്ടി ഒരു ദിവസം കൊണ്ടുവരണ്ടേ? എന്നാ പിന്നെ ശരി ആൻറ്റി, ഞാൻ അങ്ങോട്ട് പോട്ടെ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ രണ്ടും ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. നാളെ എന്ത് വന്നാലും ആ കുട്ടി ഇവിടെ ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനായിട്ട് തേടി കണ്ടുപിടിച്ചോളാം. നിങ്ങളെ സഹായമൊന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് സിദ്ധു, നിനക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നാളെ നിന്റെ അനിയത്തിനെ കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഞാൻ വന്ന് കണ്ടോളാം. അയ്യോ ആൻറ്റി അതുവരെ വന്ന് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഞാൻ കൊണ്ടുവന്നോളാം. എന്നാ പിന്നെ ശരി ആൻറ്റി, ഞാനെന്നാ പോട്ടെ. എന്നാലും എൻ്റെ സിദ്ധേട്ട, ഇതിപ്പം വെളുക്കാൻ വെച്ചത് പാണ്ടായിന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഇനിയിപ്പോ നാളെ രാവിലെ ഏത് അനിയത്തിനും കൊണ്ട് സിദ്ധേട്ടൻ പോകാൻ പോകുന്നത്? സിദ്ധേട്ടൻ ഒറ്റ മോനാ, ഒരു അനിയത്തി കൂടി ഇല്ല. നമ്മളെ കുടുംബത്തിലെ ഫുള്ള് ആണുങ്ങളാ. പിന്നെ എങ്ങനെയാ? എന്ത് ചെയ്യും സിദ്ധേട്ട? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ഞാൻ എവിടുന്ന് ഒരു അനിയത്തിനെ ഒപ്പിക്കും? ഒപ്പിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ആൻറ്റി കണ്ടുപിടിക്കും അനിയത്തിയൊന്നും ഇല്ലാന്നുള്ളത്. അത് പിന്നെ പ്രശ്നം കൂടുതൽ വഷളാവും. അപ്പൊ അതിനും നല്ലത് അനിയത്തിയായിട്ട് അഭിനയിക്കാൻ ആരെങ്കിലും കൊണ്ടുവരാന്നുള്ളതാ. പക്ഷേ ആരെ കൊണ്ടുവരും? വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഈ അഭിനയിക്കുന്ന ആരെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ കിട്ടിപ്പോയി അനിയത്തിനെ കിട്ടിപ്പോയി. ജിത്തു, നീ എന്നെ കൊല്ലില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ.
എന്റെ രീതിയായിട്ട് നീ തന്നെ അങ്ങ് അഭിനയിക്ക്. അല്ല, എന്താണെങ്കിലും ഒരാള് നമുക്ക് വേണം. പുറത്തുനിന്നുള്ള ഒരാളെക്കാൾ നല്ലത് നമ്മുടെ കൂടെയുള്ള ഒരാളല്ലേ. നീ ഒന്ന് ആലോചിച്ചോക്ക്, ഇന്ദ്രജിത്തായിട്ട് നിനക്ക് എന്തായാലും ആ വീടിൽ കയറാൻ പറ്റൂല, പരിസരത്ത് അടുപ്പിക്കില്ല. ആൻറ്റി, ഇന്ദുവായിട്ട് നിനക്ക് ആ വീട്ടിൽ കയറാം, എല്ലാവരുമായിട്ട് സംസാരിക്കാം, നിന്റെ അഗ്നിയെ കാണാം, അടുത്ത് നിന്ന് തന്നെ കാണാം, ഒരു പ്രശ്നമില്ല. സംസാരിക്കാതിരുന്നാൽ മതിയല്ലോ. പിന്നെ നിനക്ക് അഭിനയത്തിനെ പറ്റി ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. നീ കുറെ ഡ്രാമയിലൊക്കെ അഭിനയിച്ചല്ലേ, അതുകൊണ്ട് അതൊക്കെ കുറച്ച് വശമാണല്ലോ. പിന്നെ നിന്റെ ലുക്ക് അത് മാറ്റാൻ വല്ല ബ്യൂട്ടീഷ്യനെ ഏർപ്പാടാക്കാം. നിനക്കറിയോ, നമ്മുടെ ഔവേ ഷൺമുഖിയിലെ കമലഹാസൻ സാറ് ഫീമെയിൽ വേർഷൻ ചെയ്ത് പൊളിച്ചടക്കിയതല്ലേ. അതേപോലെ ഇനി എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്. മായാമോഹിനിയില് ദിലീപേട്ടൻ, അതേപോലെ രമ ഫിലിമില് ശിവകാർത്തികേയൻ, ഇവരൊക്കെ തകർത്താടിയതല്ലേ ഫീമെയിൽ വേർഷൻ. അതേപോലെ നീ ഒരു പെർഫോമൻസ് അങ്ങ് കാച്ചു വെക്കി. എന്തു പറയുന്നു? സിദ്ധുവേട്ടന്റെ ഐഡിയ ഒക്കെ സൂപ്പറാണ്, പക്ഷെ ഇത് വർക്കൗട്ട് ആവുമോ? അല്ല, വേറൊന്നും ഉണ്ടായിട്ടല്ല. ആൻറ്റിക്ക് എങ്ങാനും എന്നെ മനസ്സിലായാലോ? എനിക്ക് അതാ ഒരു ടെൻഷൻ. പിന്നെ സിദ്ധുവേട്ടൻ പറഞ്ഞ പോലെ ഇന്ദ്രജിത്തായിട്ട് എന്തായാലും എനിക്ക് എൻ്റെ അഗ്നിയെ കാണാൻ പറ്റൂല. അപ്പോൾ പിന്നെ ഇന്ദുവെങ്കിൽ ഇന്ദു, ഏത് വേഷം കെട്ടാനും ഞാൻ റെഡിയാ. എനിക്ക് എൻ്റെ അഗ്നിയെ ഒന്ന് കണ്ടാൽ മതി. താങ്ക് ഗോഡ്, നീ പറ്റില്ലെന്ന് പറഞ്ഞില്ലല്ലോ. നീ എന്തായാലും സമ്മതിച്ചില്ലേ, അത് തന്നെ ധാരാളം. പിന്നെ നീ ടെൻഷൻ അടിക്കണ്ട, ആർക്കും ഒരു ഡൗട്ടും തോന്നൂല. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഫോൺ എടുത്തോ, എന്നിട്ട് അതിൽ യൂട്യൂബിൽ മായാമോഹിനി, ഔവേ ഷൺമുഖി, റെമോ അങ്ങനത്തെ എല്ലാ ഫിലിം ഇരുന്ന് കണ്ടോ. എന്നിട്ട് അവരെങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്ക്. ആ മാനറിസം കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചോ. ഞാൻ പോയി നിനക്ക് പറ്റിയൊരു ബ്യൂട്ടീഷ്യനെ തപ്പിയെടുക്കട്ടെ ആദ്യം. അപ്പോഴേക്കും നീ എല്ലാം കണ്ടു പഠിക്കുക. ഓക്കെ, ഫോൺ ഞാൻ ഇവിടെ വെച്ചോളാം. അതിൽ കോളൊന്നും വന്നാൽ നീ അറ്റൻഡ് ചെയ്യണ്ട. പിന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാൻ ശ്രമിക്കാം. ഓക്കെ, എന്തായാലും നല്ലൊരു ബ്യൂട്ടീഷ്യനെ തന്നെ കിട്ടണമല്ലോ. കാരണം സാധാ മേക്കപ്പ് അല്ലല്ലോ, ഒരാണിനെ പെണ്ണാക്കുന്ന മേക്കപ്പ് അല്ലേ, അത് ചെയ്തു തരുന്നവർ വേണ്ടേ. എന്തായാലും പറ്റിയ ആരെങ്കിലും കിട്ടാതിരിക്കില്ല. ഞാൻ ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിക്കും. എന്തായാലും നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പോഴേക്കും നീ ഞാൻ പറഞ്ഞത് ചെയ്യും. ഓക്കെ, ഞാൻ വേഗം വരാം. സിദ്ധേട്ടാ, ഓടിവാ, ഈ പെണ്ണുങ്ങൾ എന്റെ രക്തം കുടിക്കുന്ന സിദ്ധേട്ടാ. എന്താടാ, എന്താ പറ്റി? എന്താ പെമ്പിള്ളാരെ കാണാൻ രസമുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ആ ചെറുക്കനെ പീഡിപ്പിക്കാൻ മറ്റു ചെയ്തോ? എന്റെ പൊന്ന് സാറേ, ദൈവദോഷം പറയല്ലേ, ഞങ്ങൾ ഒന്നും ഈ ചെറുക്കനെ ചെയ്തിട്ടില്ല. ആദ്യം ചെയ്തതൊന്ന് പുരികം ത്രെഡ് ചെയ്യാൻ നോക്കിയതാ, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അതിനാണ് ഈ കാണിക്കൂവിയത്. എന്റെ പൊന്ന് സിദ്ധേട്ടാ, ഇതിനൊക്കെ ഇമ്മാതിരി വേദനയാണെന്നോ. ഓ, എന്റെ കണ്ണിന്ന് പൊന്നീച്ച് മാറി. ഓ, ഈ പെൺപിള്ളേരൊക്കെ സമ്മതിക്കണം. എങ്ങനെയാ ഇത്ര വേദന സഹിച്ച ഐബ്രോ ഒക്കെ ത്രെഡ് ചെയ്യുക? സിദ്ധേട്ട, ഇവരോട് പറ, എനിക്ക് വേദന ഇല്ലാതെ ചെയ്തു തരാൻ വേണ്ടിട്ട്. ഓ, എനിക്കൊന്നും വയ്യ ഈ വേദന സഹിക്കാൻ. സാറേ, ഒരു കാര്യം പറഞ്ഞേക്കാം, വേദന ഇല്ലാതൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ വേദന സഹിക്കേണ്ടി വരും. ഇത് തുടക്കത്തിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഈ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യും? ഇങ്ങനെയാണെങ്കിൽ നടക്കൂല കേട്ടോ. എന്റെ പൊന്നു മോനെ, ഈ സിദ്ധേട്ടൻ പറയുന്ന മോനൊന്ന് കേക്ക്. കുറച്ച് വേദന മോന് സഹിച്ചൂടെ? ഒന്നില്ലെങ്കിലും നിന്റെ അഗ്നി കേട്ടിട്ടല്ലേ. ആ അഗ്നിയെ ആലോചിച്ചാൽ ഏത് വേദന പുഷ്പം പോലെ നിനക്ക് സഹിക്കാൻ പറ്റും. പിന്നെ കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. അതെങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. ഒന്നുമില്ലെങ്കിൽ ഈ പെൺപിള്ളേര് സഹിക്കുന്നില്ലേ, അപ്പൊ ഒരാണായ നീ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? ആണുങ്ങളെ വെള്ളം കളയല്ലടാ. എങ്ങനെയെങ്കിലും കുറച്ചു നേരം എന്റെ പൊന്നുമോനൊന്ന് സഹിച്ചിരിക്കും, ബാക്കിയൊക്കെ പിന്നെ. ശരി, എല്ലാം എന്റെ അഗ്നിക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ സഹിക്കാം. എന്നാലും ഇതൊക്കെ കുറച്ച് കൂടുതലാ. വേറെ വഴിയില്ലാതെ ഇപ്പം
എന്തോ നോക്കിക്കൊണ്ട് നിക്ക പെമ്പിള്ളേരെ, ബാക്കി അങ്ങ് ചെയ്തൂട്. ഞാൻ ഞാൻ മിണ്ടാതെ വന്നോളാം. മിണ്ടാതിപ്പോ വേറൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് കരുതി അധികം വേദനിപ്പിക്കറ്റാണെങ്കിൽ കാണിച്ചു തരാം. ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ ദൈവം ചോദിക്കും നിങ്ങളോട്. ദൈവം ചേച്ചി കുറച്ച് പയ്യെ ഒരു മയത്തിലൊക്കെ ചെയ്യ്. എനിക്കെന്തോ ഒരു ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഫീലാ. അല്ല, ഇനിയിപ്പൊ ഇങ്ങനെ പോയാൽ ഇവൻ അവിടെ കിടന്ന് പ്രസവിക്കുവോ? അമ്മാതിരി ആർപ്പും വിളിയാണല്ലോ. ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഓടിക്കൂടാഞ്ഞാ മതി. എപ്പോഴാണ് അവ ഈ മേക്കപ്പ് ഒക്കെ ഒന്ന് തീരുക? കഴിഞ്ഞു കിട്ടിയ സമാധാനായി. സാർ, മേക്കപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇറങ്ങാം. പിന്നെ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഞങ്ങളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഇതുപോലൊരു മേക്കപ്പ് ആദ്യമായിട്ടായിരിക്കും. ഇനി ഇങ്ങനെ എന്തെങ്കിലും ദൈവത്തെ ആലോചിച്ച് ഞങ്ങളെ വിളിക്കരുത്. അമ്മേ, മതിയായി പോയി. എങ്ങനെയുണ്ട് മിസ്റ്റർ സിദ്ധാർത്ഥ് എൻ്റെ ഈ ഒരു പുതിയ ലുക്ക്? നമ്മുടെ മായാമോഹിനിത്തെ ദിലീപേട്ടനെ പോലെ പൊളിയല്ലേ? എങ്ങനെയുണ്ട്? കണ്ട ഒരു പെണ്ണിനെ പോലെയൊക്കെ തോന്നുന്നുണ്ടോ സിദ്ധേട്ടാ? ഏയ്, ഇങ്ങനെ വാ പൊളിച്ചിരിക്കാനല്ല ഞാൻ പറഞ്ഞേ. എങ്ങനെയുണ്ടെന്ന് പറ. ഈ ലുക്ക് കൊള്ളാമോ? ഐ ക്യാൻ ബിലീവ് ദിസ് ചിത്തു. ഇത് നീ തന്നെയാണോ? ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി. എന്നാലും ഇങ്ങനെ ഒരാൾക്ക് മാറാൻ കഴിയോ? നിന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല നീ ഇന്ദ്രജിത്താന്ന്. അത്രയ്ക്ക് മാറ്റമുണ്ട്. കണ്ട ഒരു പെണ്ണല്ലെന്ന് ആരും പറയില്ല. ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. എന്തായാലും എനിക്കിഷ്ടായി. ഒരു നിമിഷം ഞാൻ ആലോചിച്ചു, നീ പെണ്ണായിരുന്നെങ്കിൽ ഞാൻ തന്നെ നിന്നെ അത് കെട്ടിയേനെ. അയ്യടാ, കെട്ടാൻ പോകുന്ന ഒരു ചാതനം. ഇനിയിപ്പം ഞാൻ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്നെ കെട്ടാൻ എൻ്റെ അഗ്നി മാത്രം മതി. ഇയാളങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, കെട്ടാനായിട്ട് അങ്ങ് നിൽക്കുക. ബൈ ദ ബൈ, ഞാൻ കാണാൻ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ താങ്ക് യു സോ മച്ച്. അല്ല സിദ്ധേട്ടാ, ഇനിയിപ്പം അധികം ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് വേഗം അഗ്നീൻ്റെ വീട്ടിൽ പോവാം. എന്നാ പിന്നെ എനിക്ക് അഗ്നീനെ വേഗം കാണാലോ. അഗ്നീനെ കാണുമ്പോൾ ഞെട്ടും, അത് ഉറപ്പാ. അല്ലെങ്കിലും ഈ ബുദ്ധിയില്ലാത്തതിനൊന്നും എനിക്ക് എന്തായാലും വേണ്ട. അതിനൊക്കെ ഈ അഗ്നിക്ക് തന്നെ പറ്റുള്ളൂ. എന്ത് കണ്ടിട്ടാണോ എന്തോ ആ അഗ്നി മൂക്കും കുത്തി വീണത്. എന്തേലും ആവട്ടെ, ഇനി വാ പോവാ. ഇനി ഇവിടെ നിന്ന് നൃത്തം ചവിട്ടണ്ട, അല്ലെങ്കിലേ ഓരോന്ന് വെച്ച് കെട്ടി വെച്ചതാ. ഇനി അതെങ്ങാനും ഊരി പോരണേന്റെ മുന്നേ വേഗം പോയി വരാം.
അയ്യേ ചെറുക്കൻ എന്തായി കാണിക്കുന്നത്? അല്ലെങ്കിലേ എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റാ, എല്ലാം കോളാക്കുമേ. എടാ ജിത്തു, നിക്കട അവിടെ. നീ ഇപ്പോ പഴയ ഇന്ദ്രനല്ല, ഒരു പെൺകുട്ടിയായി മാറിയിട്ടുണ്ട്. അപ്പോ അതിനനുസരിച്ച് നടക്ക്. നീ ഇങ്ങോട്ട് ഇങ്ങനെ എങ്ങോട്ട് ഇളക്കി പോകുന്നേ? ഇങ്ങനെ വല്ലാണ്ടുള്ള ഇളക്കൊന്നും വേണ്ട കേട്ടോ. നീ സാവധാനം പതുക്കെ പെൺകുട്ടികൾ നടക്കുന്നൊന്നും നീ കണ്ടിട്ടില്ലേ? ഒരു മന്ദം കുറച്ച് നാണം കുണിങ്ങി അങ്ങനെയൊക്കെ വാടാ. ഹോ, ഇത്രയും ചെയ്തിട്ട് നീ എല്ലാം കൂടി ഇട്ട് ലാസ്റ്റ് കൊണ്ട് കൊളാക്കല്ലേ. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, നായകന്മാർ വരുമ്പോൾ എങ്ങനെയാ വരുന്നത്? കുറച്ച് മുടിയൊക്കെ സ്റ്റൈൽ ചെയ്തിട്ട് പിന്നെ പതുക്കെ നടന്ന് ചെറിയ ഒരു പുഞ്ചിരിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ നടക്കണടാ. അല്ലെങ്കിൽ പിന്നെ ഇതെന്ത് പെണ്ണാന്ന് വിചാരിക്കൂലേ അവിടെ ഉള്ളവരൊക്കെ? അല്ല, അവിടെ അധികം ആൾക്കാരൊന്നുമില്ല, എന്നാലും കാണുന്നവർക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടണ്ടേ? എന്തായാലും ലുക്ക് വൈസ് നീ ഓക്കെയാണ്. ഇനി ബിഹേവിയറും കൂടി കുറച്ച് ഫീമെയിലായിട്ടൊരു കണക്ഷൻ കൊടുക്കുക. ബാക്കിയൊക്കെ പിന്നെ മെയിൻ തിങ് നിന്റെ സൗണ്ട്. അത് പഴയതുപോലെ സംസാരിക്കില്ലേ, കുറച്ചുകൂടി സ്വീറ്റായിട്ട്, കുറച്ചുകൂടി എന്താ പറയുക, ഗേൾസിൻ്റെ പോലെ സൗണ്ട് ഒന്ന് മാറ്റി സംസാരിക്കുന്നത് കേൾക്കട്ടെ. ഓ മൈ ഡിയർ സിറ്റുവേറ്റാ, എനിക്കറിയാം ഈ ബോയ്സിനെ പോലെയല്ല ഗേൾസ് സംസാരിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം. പക്ഷെ ഇവിടുന്ന് ഞാൻ എൻ്റെ ആക്ടിങ് തുടങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ അഭിനയിച്ച് അങ്ങ് തള്ളി മറിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് എൻ്റെ സ്കില്ല് ഞാൻ ഇവിടുന്ന് പുറത്തെടുക്കാത്തത്. പിന്നെ വേഗം നടന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഗ്നിയെ കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇപ്പോഴേ ഞാൻ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. സിദ്ധേട്ടൻ നോക്കിക്കോ, ഞാൻ ആക്ട് ചെയ്യല്ല, ഞാൻ ജീവിച്ച് കാണിക്കും. അവിടെ ജീവിച്ച് കാണിക്കും. ഈ കമ്പനിയുടെ കളികൾ സിദ്ധേട്ടൻ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. സിദ്ധേട്ടൻ നോക്കിക്കോ, ഈ കളിയിൽ ഈ ഇന്ദ്രൻ, സോറി എന്തായിരുന്നു പേര്, ഇന്ദു തന്നെ ജയിക്കും. ഇന്ദുവിൻ്റെ കളികൾ ഇനി സിദ്ധേട്ടൻ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. സിദ്ധേട്ടനല്ല, അഗ്നി. സിദ്ധേട്ടാ, ഫോളോ മീ. എന്റെ ദൈവമേ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. കാവടി തുള്ളി പോകുന്നുണ്ട്. ട്രാജഡിയായി വരാതിരുന്നാ മതി. ഈശ്വരാ, ഇനി അവന്റെ അമ്മയ്ക്ക് എങ്ങാനും മനസ്സിലായ ചിത്തുവിന്റെ കൂടെ എന്റെ പെട്ടിയും കൂടി റെഡിയാക്കേണ്ടി വരും. ദൈവമേ, ഒരു കുഴപ്പം കൂടാതെ ഇരുന്നാ മതിയെന്ന്. എല്ലാം അങ്ങയുടെ കയ്യിലാ, ഞങ്ങളെ കാത്തോളണേ. Jag vandrar bei, skördar bei sig när kera funa mana French away. Känna skärra för att salta forma, brukar lugga muga kasta, trasta away. Now what to move out it? Hey, guy out the call out it. Jag vandrar bei, skördar bei sig när kera funa mana French away. Känna skärra för att salta forma, brukar lugga muga kasta, trasta away. ഇന്ദ്രൻ, എൻ്റെ ഇന്ദ്രൻ, അവൻ അവസാനം എൻ്റെ അടുത്ത് എത്തി. അഗ്നി, എനിക്കറിയാം ഞാൻ ഏത് രൂപത്തിൽ വന്നാലും എൻ്റെ നിഴല് പോലും തിരിച്ചറിയാൻ നിനക്ക് പറ്റും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാൻ പറ്റില്ല, ഒന്ന് ഹഗ് ചെയ്യണമെന്നുണ്ട്, അതും പറ്റില്ല. സാരമില്ല, എല്ലാം ഇനി ശരിയാക്കണം. എന്തായാലും നമുക്ക് വാക്കുകളാൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും
നിന്റെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ട് നീ എത്രമാത്രം എന്നെ മിസ് ചെയ്തു, എത്ര സങ്കടപ്പെടുന്നുണ്ടെന്ന്. പക്ഷെ അഗ്നി, ഇനി നീ വിഷമിക്കണ്ട. എന്തു തന്നെയായാലും ഞാൻ നിന്റെ അടുത്ത് എത്തിയില്ലേ. ख्वाब में तैरती परछाइयां, तरबतर शोर में खामोशियां, दूरियों में बटी नजदीकियां, बारिशों में खुली चिंगारियां. അയ്യേ, ഈ രണ്ടും കൂടി ഇതെന്താ കാണിക്കുന്നത്? ഈ സിംഗിളായ എൻ്റെ മുന്നിൽ തന്നെ വേണമല്ലേ ഈ ഫ്ലേട്ടിങ്? കാണിച്ചു തരാം രണ്ടിനും. നീ ഇത് ഏതിലാകത്താ? ഞങ്ങൾ കുറെ നേരമായി വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുന്നു, ഞങ്ങളെ അകത്തേക്ക് വിളിക്കുന്നില്ലേ? ഓ തെണ്ടി സമ്മതിക്കൂല. ഒന്നിട്ടെങ്കിലും കുറെ ദിവസങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ, ഒന്ന് നോക്കാനെങ്കിലും സമ്മതിക്കുമോ? അതില്ല, കാട്ടുറുമ്പ്. നീ വെള്ളം ഇറങ്ങാതെ ചാവൂട തെണ്ടി. സോറി, ഞാൻ പെട്ടെന്ന് എന്തോ ആലോചിച്ച് നിന്നതാ. വാ, രണ്ടാളും അകത്തേക്ക് വാ.